അയാൾ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്ത ആൾക്കാരിൽ ഒരാൾ അപ്സരയായിരുന്നു. സിബിൻ ഏഷ്യാനെറ്റിന്റെ സ്റ്റാർട്ട് മ്യൂസിക് എന്ന് പറയുന്ന ഷോയിൽ കൂടെ മാത്രം DJ സിബിൻ എന്ന് അറിയപ്പെട്ട ഒരാളാണ് ഈ സിബിൻ. കരയേണ്ടി വരുമെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ് ഇവനാണ് 2 ദിവസം കഴിഞ്ഞപ്പോൾ 2 ദിവസം അവിടെ മുഴുവൻ ഇരുന്ന് കരഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു ദുരന്തം എന്ന വാക്കിൻ്റെ പര്യായമാണ് സിബിൻ. അണ്ണനുള്ള ചായയും വടയും ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്, ഉടനെ തന്നേക്കാന്ന് പറഞ്ഞു. തിരുവനന്തപുരത്ത് ചായയും വടയൊക്കെ തരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചിട്ട് അതിൻ്റെ ചടങ്ങ് നടക്കൂലേ എപ്പോഴാണ്. ഞാൻ എന്നെ എന്തെങ്കിലും ആക്രമിക്കാനുള്ള ഉദ്ദേശമാണോ എന്ന് അറിഞ്ഞൂടാ. അപ്പോൾ എനിക്ക് സിബിൻ്റെ അടുത്ത് പറയാനുള്ളത്, മോനെ സിബിന് ഞാൻ ഒന്നാം ചായ കുടിക്കാത്ത ഒരാളാണ്, പിന്നെ വട എനിക്ക് അത്ര ഇഷ്ടമുള്ള സാധനമല്ല, വേറെ വല്ല കട്ട്ലേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ച വലിയ ഉപകാരമായിരുന്നു. സിബിനും പുറത്തിറങ്ങിയ സമയത്ത് ആ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ബിഗ് ബോസിന്റെ ഉള്ളിലെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, അവർക്ക് താല്പര്യമുള്ള കണ്ടസ്റ്റന്റുകളാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരുപാട് സോഷ്യൽ റെസ്പോൺസ് അവനും നടത്തിയിരുന്നു, സിബിനും നടത്തിയിരുന്നു. അത് എനിക്ക് പറയാനുള്ളത്, അതായത് പണ്ട് ഞാൻ ഈ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു നമ്മൾ ഈ കഥയുണ്ടാവില്ല, കഥയും പടമൊക്കെ ഉള്ള ആ ഒരു കഥ, ആ ഒരു പുസ്തകം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഹനുമാൻ മറ്റേ ലങ്കയിലേക്ക് ചാടിയതിൻ്റെ ഒരു ഇതൊക്കെ. പക്ഷെ ആ പുസ്തകത്തിൽ 3ാമത്തെ അധ്യായത്തിലൊരു കഥയുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഒരു കുറുക്കൻ മുന്തിരിക്ക് വേണ്ടി കുറേ ചാടും, കിട്ടൂല. കിട്ടാതാവുമ്പോൾ ഈ കുറുക്കൻ പറയും ആ മുന്തിരിക്ക് ഭയങ്കര പുളിയെന്ന് പറയും. അതിനെ ഇന്നത്തെ കാലത്തെ ആൾക്കാർ പറയുന്നത് കിട്ടാത്ത മുന്തിരി പുളിക്കും, അത്രേ ഉള്ളൂ. ഈ സിബിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, സിബിൻ കയറി വന്ന സമയത്ത് നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്, നല്ലൊരു പ്ലെയറാണെന്ന് തോന്നിയിരുന്നു. അയാൾ ഒരിക്കലും ബിഗ് ബോസിന് പറ്റിയൊരു മെറ്റീരിയൽ അല്ല എന്ന് മോഹൻലാൽ അദ്ദേഹത്തിനെതിരെ ചെറിയൊരു വിമർശനം പറഞ്ഞ്, അല്ല ചെറുതല്ല, ഇനി എത്ര വലുതായിട്ട് ആൾക്ക് ഫീൽ ചെയ്തോട്ടെ, ഒറ്റ ദിവസം കൊണ്ടേ തെളിഞ്ഞു. അയാൾ ഇരുന്ന് കരഞ്ഞ് നിലവിളിച്ചാണ് അയാൾ സിബിൻ പുറത്തിറങ്ങി വന്നത്. അയാൾ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്ത ആൾക്കാരിൽ ഒരാൾ അപ്സരയായിരുന്നു. അയാൾ, എനിക്കത് കൃത്യമായിട്ട് ഇപ്പോഴും അറിയാം. ഒന്ന് ശ്രീധുവിൻ്റെ അടുത്ത് കൊണ്ടുപോയി സോറി പറയിക്കാൻ വേണ്ടി അപ്സരേനെ കൊണ്ടുപോയി. ശ്രീധു എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, പുറത്തു പോകുമെന്ന് പറഞ്ഞു. സിബിൻ അപ്പം തന്നെ പുറത്ത് വന്നിട്ട് പറഞ്ഞത് അപ്സരേനെ ശ്രീധു ഗെറ്റ് ഔട്ട് അടിച്ച്, അവൾക്ക് അങ്ങനെ തന്നെ വേണം, ഞാൻ മനഃപൂർവ്വം ചെയ്തതെന്ന് പറഞ്ഞു. 2, അപ്സര മോഹൻലാൽ വന്നൊരു എപ്പിസോഡിൽ മോഹൻലാൽ അപ്സരയോട് ചോദിച്ചു, അപ്സര അൻസിബി തമ്മിലൊരു ചെറിയ ക്ലാഷ് ഉണ്ടായിരുന്നു, അപ്സര കൈയടിച്ച് വിളിച്ചു എന്നുള്ളത്. അന്ന് സിബിൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ലാലേട്ടാ നമ്മൾ ഒരാളുടെ അടുത്ത് സംസാരിക്കേണ്ടതിന് ഒരു രീതിയുണ്ട്, അത് കൈയടിച്ച് വിളിച്ച് നിങ്ങളത് ചെയ്യണം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങളത് ചെയ്താൽ നന്നായി എന്ന് പറയുന്നതാണ്. ആ ഒരു കാര്യം അപ്സര ചെയ്തില്ല എന്ന് പറഞ്ഞ ആളാണ് സിബിൻ. 3, സിബിൻ അവിടെ ജ്യോതിഷനായി വന്ന സമയത്ത് പറഞ്ഞു അപ്സരയുടെ നാൾ ഉത്രട്ടാതിയാണ്, ഒരുപാട് കരയേണ്ടി വരും, വായിലെ നാവ് ശരിയല്ലെങ്കിൽ എന്ന് പറഞ്ഞു. ഇനി ആദ്യം തൊട്ട് വീണ്ടും പറയാം. ഈ സിബിൻ അവിടെ കയറി വന്ന്, സിബിൻ ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. അപ്പം അപ്സര വേറെ എല്ലാ ചാനലിലും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്സര എൻ്റെ കൂടെ തന്നെ കൈരളിയിൽ 5 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. സിബിൻ ഏഷ്യാനെറ്റിൽ മാത്രം എൻ്റെ അറിവിൽ, പിന്നെ വേറെ ഏതൊരു ചാനലിൽ ഗ്രൂമറായി പോയിട്ടുണ്ടെന്ന് ഈ അടുത്ത ഏതൊരു ഇൻ്റർവ്യൂ കേട്ടു. സിബിൻ ഏഷ്യാനെറ്റിന്റെ സ്റ്റാർട്ട് മ്യൂസിക് എന്ന് പറയുന്ന ഷോയിൽ കൂടെ മാത്രം DJ സിബിൻ എന്ന് അറിയപ്പെട്ട ഒരാളാണ് ഈ സിബിൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സിബിൻ പറഞ്ഞ 2 കാര്യം, കൈയടിച്ച് വിളിച്ച അപ്സരനെ ഇങ്ങനെ പറയാൻ പാടില്ല, അപ്പം അതാണ് ഇഷ്യൂ എന്നുള്ള നിലയ്ക്ക് സിബിൻ പറഞ്ഞു. ഇതേ സിബിൻ തന്നെ പവർ റൂമിൽ കയറിയപ്പോൾ, ക്യാപ്റ്റനായിരുന്ന സമയത്താണ് അപ്സരനെ പറഞ്ഞത്, പവർ റൂമിൽ കയറിയപ്പോൾ പറഞ്ഞു ഞാൻ അവനെ തൊലച്ച് കളയും എന്ന് പറഞ്ഞൊരു വീഡിയോ വന്നു. ഞാനത് ഷെയർ ചെയ്ത് എനിക്ക് സിബിനെ ഇതിന് മുമ്പേ അറിയാം. ഞാൻ അപ്സരയും കൂടി സ്റ്റാർട്ട് മ്യൂസിക്കിൻ്റെ ഷൂട്ടിന് പോകുന്ന സമയത്ത്, നമ്മളൊക്കെ താമസിക്കുന്ന ഒരു ഹോട്ടലിലാണ്, സിബിനെ കാണുന്ന സമയത്ത് ചേട്ടാന്ന് വിളിച്ച് എൻ്റെ സംസാരിക്കാൻ വന്നിട്ടുള്ള ആളാണ് ഈ സിബിൻ. ഈ സിബിൻ തന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സിബിൻ എന്ന ചെറുപ്പക്കാരൻ നല്ലൊരു പയ്യനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അവന് എന്ത് ഗെയിം സ്ട്രാറ്റജി അവിടെ ഇറക്കാം. പക്ഷേ കൂടെ നടന്നിട്ട് ഇപ്പം ഞാൻ നിങ്ങളെ കൊണ്ടുപോയിട്ട് ഇവിടെ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി നമ്മൾ ആ കുഴിയിൽ വീണ് കഴിയുമ്പോൾ ഇത് ഞാൻ മനഃപൂർവ്വം ചെയ്തതെന്ന് പറയുന്നത് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പം അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഉള്ള കാര്യമാണ്. അത് കഴിഞ്ഞ് അപ്സരയുടെ നാള് ഉത്രട്ടാതിയാണ്, അപ്സരയുടെ നാള്, അപ്സര കുറേ സഹിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് മോഹൻലാലിൻ്റെ മുന്നിൽ വെച്ചൊരു വീഡിയോ ചെയ്തു. കരയേണ്ടി വരും എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ് ഇവനാണ് 2 ദിവസം കഴിഞ്ഞപ്പോൾ 2 ദിവസം അവിടെ മുഴുവൻ ഇരുന്ന് കരഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു ദുരന്തം എന്ന വാക്കിൻ്റെ പര്യായമാണ് സിബിൻ എന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ഇട്ട ആളാണ്. ഇപ്പോഴും ആ പോസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഇത് കഴിഞ്ഞ് സിബിൻ പുറത്തിറങ്ങിയ സമയത്ത് സിബിൻ എന്തോ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു, അണ്ണൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി വോട്ട് പിടിച്ചു, എൻ്റെ പേര് പറയരുത്, അണ്ണനുള്ള ചായയും വടയും ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്, ഉടനെ തന്നേക്കാന്ന് പറഞ്ഞു. തിരുവനന്തപുരത്ത് ചായയും വടയൊക്കെ തരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചിട്ട് അതിൻ്റെ ചടങ്ങ് നടക്കൂലേ എപ്പോഴാണ്. ഞാൻ എന്നെ എന്തെങ്കിലും ആക്രമിക്കാനുള്ള ഉദ്ദേശമാണോ എന്ന് അറിഞ്ഞൂടാ. അപ്പം എനിക്ക് സിബിൻ്റെ അടുത്ത് പറയാനുള്ളത്, മോനെ സിബിന് ഞാൻ ഒന്നാം ചായ കുടിക്കാത്ത ഒരാളാണ്, പിന്നെ വട എനിക്ക് അത്ര ഇഷ്ടമുള്ള സാധനമല്ല, വേറെ വല്ല കട്ട്ലേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ച് വലിയ ഉപകാരമായിരുന്നു. അല്ലാണ്ട് നമ്മൾ ഇപ്പം അവൻ്റെ വീട് തിരുവനന്തപുരത്താണ്, അങ്ങനെ ചെറിയ ഉമ്മാക്കി കണ്ട് പേടിക്കുന്ന ആളൊന്നുമില്ല. അതൊക്കെ നമ്മൾ കാലം കഴിഞ്ഞു പോയി. ഇപ്പം ഇത്ര കൊല്ലം ജീവിച്ചല്ലോ,
പിന്നെ എൻ്റെ ഭാര്യനെ നീ പറഞ്ഞെങ്കിൽ നീ ഔട്ടായി കഴിയുമ്പോൾ പിന്നെ സിബിനെ പറ്റിപ്പോയി ഏറ്റവും വലിയൊരു അബദ്ധം ഞാൻ പറയാം. നമ്മളൊക്കെ ടെലിവിഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങളിപ്പോൾ ഒരു ആങ്കറാണ്, ഒരു ഓൺലൈൻ മീഡിയയിൽ ഒരു ആങ്കർ ആയിട്ടിരിക്കുന്ന ആളാണ്. നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ ക്യാമറമാൻ ഇവരൊക്കെയാണ്. നിങ്ങൾ ഇവിടെ നിന്ന് ഒരു ജോലിക്ക് ഇവിടെ നിന്ന് നിങ്ങളെ പറഞ്ഞു വിട്ടു. നിങ്ങളെ ഭാഗത്ത് ശരിയോ തെറ്റോ ഉണ്ടായിട്ട് പറഞ്ഞു വിട്ടു. സിബിൻ വന്ന് പറഞ്ഞത് ഏഷ്യാനെറ്റ് എന്നെ പുറത്താക്കി മെഡിസിൻ കൊടുത്തു എന്നാണ്. ആ മെഡിസിൻ്റെ കാര്യം ഒന്നുകൂടി ചോദിക്കും, ഞാൻ മറന്നുപോയി പറഞ്ഞാണ്. അല്ല, അത് ആദ്യം പറയാം. ഈ മെഡിസിൻ കൊടുത്തു എന്നൊക്കെ അവനെ എന്താണ് വട്ടുകുളിക, അങ്ങനെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെയാണ്. കൊടുത്തു എന്നാണ്. എൻ്റെ പൊന്നു ദൈവമേ, അത് ഏഷ്യാനെറ്റിൻ്റെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷൂട്ടിംഗ് ഫ്ലോറിലേക്ക് പോവാത്ത ആൾക്കാർക്ക് മാത്രമേ ഇത് വിശ്വസിക്കാൻ പറ്റൂ. അവിടെ പോയ ഒരാളാണ് ഞാൻ. എൻ്റെ വൈഫിന് ഭയങ്കര ബാക്ക് പെയിൻ വന്നിട്ട് അവർ വിളിച്ച്, അത് ഏഷ്യാനെറ്റിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഒരു ബെൽറ്റ് ഉണ്ട്, ബാക്ക് പെയിന് ഇടുന്ന ബെൽറ്റ്, സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഉപയോഗിക്കും. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കും, അപ്പോൾ വേദന പറയും. ഇത് കൊടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അവരത് കൊടുത്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഡോക്ടറെ കൃത്യമായ ലെറ്റർ വന്നാൽ മാത്രമേ കൊടുക്കൂ. അപ്സരയ്ക്കും ചില സ്ത്രീകൾക്ക്, ചില പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന PCOD, ഒറ്റവാക്കി പറഞ്ഞാൽ മനസ്സിലാവും, ഇതൊക്കെ ഉണ്ട്. ഇതിൻ്റെ മെഡിസിൻസ് ഒക്കെ അഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായ തിരുവനന്തപുരത്ത് ഇന്ന GG ഹോസ്പിറ്റലിലെ ഡോക്ടർ എഴുതിയ പ്രിസ്ക്രിപ്ഷൻ വെച്ച് അയച്ചു കൊടുത്താൽ മാത്രമേ ഒരു ഗുളിക പോയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റൂ. ഒരു മുട്ടുസൂചിയോ ഒരു വാച്ചോ ഒരു മൊബൈലോ ഒരു പേഴ്സോ, എൻ്റെ പേഴ്സിനകത്തുള്ള 1962 രൂപ 20 പൈസ വരെ എണ്ണി ഈ ഡിനോമിനേഷൻ വെച്ച് 500 ഇത്ര 100 നോട്ടിന്ന് എഴുതി വെച്ചിട്ടാണ് എൻ്റെ അതിൻ്റെ ഉള്ളിൽ കയറ്റിയത്. എൻ്റെ എല്ലാ ATM കാർഡ് എഴുതി വെച്ചിട്ടാണ് എൻ്റെ ഉള്ളിൽ കടത്തിയത്. അവിടെ ചുമ്മാ നമുക്ക് ഒരാൾ വിചാരിക്കുന്ന പോലെ എങ്കിൽ ശരി അവനെ അങ്ങ് ഔട്ടാക്കി കളയാം, അവനൊരു ഗുളിക കൊടുത്തേക്കാം എന്നൊന്നും വിചാരിച്ച് ഒന്നും നടക്കൂല. ഇത് ഡിസ്നി എന്ന് പറയുന്ന, ഡിസ്നിയും ഏഷ്യാനെറ്റ് പോലുള്ള വലിയ കമ്പനികൾ, പ്രത്യേകിച്ച് എൻ്റെ മോൾ ഷൈൻ പോലുള്ള കമ്പനികൾ നടത്തുന്ന ഷോയാണ്. അവിടുത്തെ ഒരു കണ്ടസ്റ്റൻറ്റിന് കൊടുത്ത ഗുളികകൾ എന്താണ്, അയാൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഇത്ര ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഗുളിക കൊടുക്കണമെങ്കിൽ ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഈ ഗുളിക പോലും വാങ്ങിക്കാൻ കിട്ടാത്ത ഗുളികയാണ്. അപ്പോൾ ഡോക്ടർ അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ അതെനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അങ്ങനെ ചുമ്മാ ഇങ്ങനെ ഒരാൾക്ക് ഇത്ര ഒരു ഗുളിക കൊടുക്കുമെന്നൊന്നും വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാവരുത് ഇത് കാണുന്ന ആൾക്കാർ. അങ്ങനെ കൊടുക്കൂല. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സിബിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പം എന്താ വെച്ചാൽ, സിബിൻ അവിടെ നിന്ന് ഇറങ്ങി ഏഷ്യാനെറ്റിനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് മറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് നിങ്ങളുടെ ഓണർക്കെതിരെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ പറയാം, നിങ്ങൾക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ട്, അവരൊന്നും പറയില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരു അവസരം കിട്ടി നമ്മളൊരു ആങ്കറായിട്ടോ അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടോ ബിഗ് ബോസിൽ വന്നെങ്കിൽ അതിന് കാരണം ഏഷ്യാനെറ്റാണ് അല്ലേ. സിബിന് അങ്ങനെ ഒരു അവസരം കിട്ടിയത്, സിബിന് ഈ സ്റ്റാർട്ട് മ്യൂസിക്കിൽ DJ ആയിട്ട് വന്നു, അതുകൊണ്ടാണ് സിബിൻ ഇങ്ങോട്ട് വിളിച്ച്. സിബിൻ അതിൽ നിന്ന് ഔട്ടായി. നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, നാളെ എൻ്റെ വൈഫ് നാളെ ബിഗ് ബോസിൽ നിന്ന് ഔട്ടായെന്ന് വിചാരിക്കുക, ബിഗ് ബോസ് കഴിഞ്ഞ് പിന്നെ അതും പറഞ്ഞ് ഞാൻ അങ്ങനെ പുറകെ എടുത്തിട്ട് വല്ല കാര്യം, നമ്മൾ വേറെ എന്തെങ്കിലും പണിക്ക് പോകണം. എനിക്ക് സിബിൻ്റെ അടുത്ത് പറയാനുള്ളതാണ്, വേറെ വല്ല പണിക്ക് പോയി ജീവിക്കട. അവൻ എന്തോ പോലെ ഇങ്ങനെ പറയാണ്, ഇങ്ങനെ കുറേ പറഞ്ഞ് നടക്കുകയാണ്. അതുകൊണ്ട് അവനുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, അവനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ സിബിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ, സിബിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ കമൻ്റ് ഇടാനുണ്ട്. ഈ കമൻ്റ് ഇടുന്ന ആരും നമ്മുടെ വീട്ടിൽ അരി വാങ്ങിച്ചു കൊണ്ടൊന്നും തരില്ല. വെറുതെ അടപ്പത്ത് വെള്ളം വെച്ചാൽ ചോറുണ്ടാവില്ല, അരി തന്നെ ഇടണമല്ലോ. ഈ അരി ഉണ്ടാവണമെങ്കിൽ നമ്മൾ ജോലി ചെയ്യണം. സിബിന് വേറെ ജോലി ചെയ്യാൻ പറ്റും, ജോലി ചെയ്യാൻ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഉണ്ടായിരുന്ന നല്ല അവസരങ്ങൾ നശിപ്പിച്ച് കളഞ്ഞിട്ട് വരുന്നു. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സിബിന് ചെയ്യാൻ പറ്റുന്ന കാര്യം, സിബിന് അങ്ങനെ ഒരു മരുന്ന് കൊടുത്തു, അനാവശ്യമായിട്ടാണ് സിബിനെ പുറത്താക്കിയതെങ്കിൽ ഓൺലൈൻ മീഡിയാസിന് ഇൻ്റർവ്യൂ കൊടുക്കുകയല്ല വേണ്ടത്. സിബിനെ നിനക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറയാം, സിബിൻ നേരെ പോയി ഒരു കോടതിയിൽ പോയിട്ട് നല്ലൊരു ഒരു കേസ് അങ്ങ് ഫയൽ ചെയ്യണം. കാരണം ഇത് ഒരു എഗ്രിമെന്റ് ഏഷ്യാനെറ്റും സിബിനും തമ്മിലുണ്ടാവുമല്ലോ. സിബിനും ഏഷ്യാനെറ്റും തമ്മിലുള്ള എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിന് മാത്രം ഫേവർ ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെന്റ് അല്ല. ഞാൻ ഒപ്പിട്ട എഗ്രിമെന്റ് അനുസരിച്ച് എന്നെ ഔട്ടാക്കിയത് ശരിയല്ല എന്നും പറഞ്ഞ് സിബിൻ പോയിട്ട് ഒരു കോർട്ടിൽ ഒരു കേസ് കൊടുക്കട്ടെ. അതല്ലേ വേണ്ടത്. എങ്കിൽ സിബിൻ അന്തസ്സുണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. അതാണ് സിബിൻ ചെയ്യേണ്ടത്. മറിച്ച് സിബിൻ പോയിരുന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഓരോ ചാനലിലും പോയിരുന്ന് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ആദ്യം 100-ൽ 80 പേര് സിബിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു. കുറഞ്ഞ് ഇപ്പോൾ 10% ആൾക്കാരായി. 30 ദിവസം കൂടി കഴിഞ്ഞാൽ ബിഗ് ബോസ് തീരും, കമന്റ് ഇട്ടവരൊക്കെ പോവും. വീണ്ടും സിബിന് ജീവിക്കണ്ടേ? സിബിനെ ഏഷ്യാനെറ്റിനെ കുറിച്ച് കുറ്റം പറഞ്ഞ ഏഷ്യാനെറ്റ് വിളിക്കുമോ? എനിക്ക് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ, വിളിക്കില്ലായിരിക്കാം, എന്താവട്ടെ. വേറെ ചാനൽ വിളിക്കുമ്പോൾ നമ്മൾ മുമ്പ് വർക്ക് ചെയ്ത സ്ഥലത്ത് ഒരിത് ചോദിക്കുമോ, അന്വേഷിക്കുമോ? ഇല്ലേ? ഇപ്പോൾ കുട്ടി ഈ ചാനലിൽ നിന്ന് മാറി വേറെ ചാനലിൽ പോകുമ്പോൾ ഈ ക്യാമറ ചെയ്യാൻ നിൽക്കുന്ന ഇവൻ ഇവിടെ നിന്ന് പോയി വേറെ സ്ഥലത്ത് നിൽക്കണമെങ്കിൽ അവർ ചോദിക്കില്ലേ, മുമ്പത്തെ സ്ഥലത്ത് എങ്ങനെയായിരുന്നു ചോദിക്കില്ലേ? അപ്പം എന്ത് അഭിപ്രായം കിട്ടും? സിബിന് അറിഞ്ഞൂടാ. സിബിനെ എന്തോ അതവന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയില്ല. അല്ലെങ്കിൽ ചെയ്തത് അത്രയും അവൻ ചെയ്തത് 100% ശരിയായിരുന്നു. അവനെതിരെ
നടന്നത് ഒരു അന്യായമാണെന്ന് അവന് ഉറപ്പുണ്ടെങ്കിൽ അവൻ ഇപ്പോഴും നമ്മൾ ലോ ആൻഡ് ഓർഡർ നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് ജീവിക്കുന്നത്. ആ ഒരു എഗ്രിമെന്റിന്റെ പുറത്ത് അവന് പോയിട്ട് അല്ലെങ്കിൽ ഒരു കേസ് ഫയൽ ചെയ്യട്ടെ, അത് കോടതി പോട്ടെ, അപ്പോൾ അവന് നീതി കിട്ടും. അതല്ല ചെയ്യേണ്ടത്. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ കയറി 4 വർത്താനം പറഞ്ഞ് ലൈക്ക് കിട്ടിയിട്ട് എന്താ കാര്യം? ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അപ്സര ബിഗ് ബോസിലുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് കാര്യമുണ്ടെന്നേ, എനിക്ക് കാര്യമുണ്ട്. ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ എനിക്ക് കാര്യമുണ്ട്. എൻ്റെ വൈഫിന് സംസാരിക്കാൻ പറ്റും, ഞാൻ സംസാരിക്കുന്നു. ഇനി അവൻ ബിഗ് ബോസിന് ഔട്ടായി അവൻ പോയിട്ട് ആർക്ക് വേണ്ടി സംസാരിക്കുന്നത്? അവൻ്റെ ലൈഫ് കൂടി പോവാണ്. അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. പിന്നെ എന്തായാലും എനിക്കുള്ള ചായയും പടിയും റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ചായ കുടിക്കാറില്ല, വല്ലപ്പോഴും കാപ്പിയൊക്കെയാണ് കുടിക്കാറ്. ഇപ്പം ഞാൻ ചായ കുടിച്ചിട്ട് ഏകദേശം ഒരു 10-20 ദിവസമായി ഉണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സിബിൻ്റെ ചായയും വടയും കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്കറിയാം PR വർക്ക് ഇപ്പം ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ എല്ലാ കണ്ടസ്റ്റന്റിനും ഒരു PR വർക്ക് ഉണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഓപ്പൺ ചെയ്ത ഈ ബിഗ് ബോസിന്റെ ചെറിയ ചെറിയ ഷോർട്സ്, അതിന് വരുന്ന കമന്റ്സ്, അങ്ങനെ വലിയ രീതിയിൽ ഒരു PR വർക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു PR വർക്കിലൂടെയാണോ ഇപ്പോൾ ബിഗ് ബോസിന്റെ ജയപരാജയങ്ങൾ, അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ ഹൈപ്പ്, ഒരു കണ്ടസ്റ്റന്റിനുള്ള സപ്പോർട്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കായിരുന്ന ചോദ്യമാണ്. എനിക്ക് അങ്ങനെ ഉണ്ട്. അത് എനിക്ക് ആ ഡൗട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞ ഈ ചോദ്യം എന്നോടല്ല, ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമാണ്. എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഇതിപ്പം ഈ PR വർക്ക് എന്ന് പറയുമ്പം ഈ നിങ്ങൾ PR ആണല്ലേ എന്നൊക്കെ ചോദിച്ച്, അപ്സരയുടെ PR ആണോ ഇതെന്നൊക്കെ ചോദിച്ച് കുറേ കമൻസൊക്കെ കാണാറുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ PR എന്ന് പറയുന്ന വാക്കിന് ഞങ്ങളുടെ ടെലിവിഷൻ മേഖലയിൽ വലിയ അർത്ഥമാണ്. ഒരു കമ്പനിയുടെ HR എന്നൊക്കെ പറയുന്ന പോലെ വലിയൊരു വാക്കായിരുന്നു. അപ്പോൾ അതിപ്പോൾ PR എന്ന് പറയുന്നത് ഒരു തെറിവാക്ക് പോലെ ആയിപ്പോയി. ഈ ബിഗ് ബോസ് ഒക്കെ വന്നതിന് ശേഷം ഒരുപാട് എല്ലാ കണ്ടസ്റ്റൻ്റും ഉണ്ടോയെന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ പല ആൾക്കാർക്കും ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നു. കാരണം ഞാനിപ്പം ജസ്റ്റ് ഞാനും എൻ്റെ വൈഫും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ ഇടുന്നു. എൻ്റെ വൈഫ് ക്യാപ്റ്റനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവുന്നു, അപ്പോൾ എനിക്ക് നിന്നെക്കുറിച്ച് അഭിമാനം തോന്നുന്നു പറഞ്ഞാൽ ഞാനൊരു പോസ്റ്റ് ഇടുന്നു. എൻ്റെ ഭാര്യയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ ഒരു പോസ്റ്റ് ഇടുന്നു, അതിൻ്റെ താഴെ വന്നിട്ട് അനാവശ്യമായിട്ട് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ കുറേ തെറികൾ വരുന്നു. ഇതേ ആൾക്കാർ തന്നെയാണ് ഞാൻ എവിടെ കമൻ്റ് ഇട്ടാലും വരുന്നത്. വരുന്ന ആൾക്കാരുടെ പേരാണ് ഏറ്റവും രസം. മംഗലശ്ശേരി നീലകണ്ഠൻ, തൊരപ്പൻ ബാസി, ദശമൂലം ദാമു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇതൊക്കെ ഫേക്ക് ഐഡിയ ആണ്. സെയിം ആൾക്കാർ തന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്. ഒരു മൈക്കിൾ കൊൾറോൺ എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യുണ്ട്. അവൻ വന്നിട്ട് ഒരു ദിവസം ഒരു പോസ്റ്റ് മലയാളം ബിഗ് ബോസ് ഒഫീഷ്യലിൽ ഒരു പോസ്റ്റ് ഇട്ടു. അപ്സരയെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം അപ്സരയുടെ ഭർത്താവ് ആൽബി ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അതാണ് അപ്സരയെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ഏഷ്യാനെറ്റിൽ 2 വർഷം വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഏഷ്യാനെറ്റിന് വേണ്ടി കുറേ ഒരുപാട് എപ്പിസോഡുകൾ എഴുതുകയും അഭിനയിക്കുകയും ചെയ്തിട്ടുള്ള ആൾ. പക്ഷേ ഞാനൊരു 5-8 വർഷമായിട്ട് ഏഷ്യാനെറ്റായിട്ട് എനിക്ക് അങ്ങനെ എടുത്ത് പറയത്തക്ക ബന്ധമൊന്നുമില്ല. പക്ഷേ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്ന കുറേ സ്റ്റാഫായിട്ട് എനിക്ക് നല്ല അടുത്ത പരിചയമുണ്ട്. അതുകൊണ്ട് ഈ ഷോ നടത്തുന്നത് ഏഷ്യാനെറ്റ് അല്ല എന്ന് ഇവിടുത്തെ ആൾക്കാർക്ക് ആദ്യം മനസ്സിലാക്കണം. ഇത് എൻ്റെ മോൾ ഷൈൻ എന്ന് പറയുന്ന പുറത്തുനിന്നുള്ളൊരു കമ്പനിയാണ് നടത്തുന്നത്. ഹിന്ദിക്കാരും തമിഴന്മാരൊക്കെ ആണെങ്കിൽ പുറകിൽ, തമിഴന്മാരെന്ന് പറഞ്ഞ് മോശമാക്കണേ ക്ഷമിക്കുന്നു, തമിഴ്നാട്ടിലുള്ള ആൾക്കാരുമാണ് ഈ ഷോ നടത്തുന്നത്. അല്ലാതെ ഏഷ്യാനെറ്റ് അല്ല. ഏഷ്യാനെറ്റ് ഇതിലാകെയുള്ളത് അതിൻ്റെ ഒരു സ്ക്രീനിങ് നോക്കുക എന്നുള്ളത് മാത്രമാണ്. ഇതൊന്നും ഈ പുറത്തുള്ള ആൾക്കാർക്ക് അറിഞ്ഞൂടാ. എൻ്റെ മോൾ ഷൈനാണ് ഈ ഷോ നടത്തുന്നത്. ഞാൻ എൻ്റെ ഭാര്യയെക്കുറിച്ച് അഭിമാനത്തോടു കൂടി ഒരു കമൻ്റ് ഇടുന്നു, അതിന് താഴെ വന്ന് കുറേ ആൾക്കാർ ചീത്ത വിളിക്കുന്നു. ഇതൊക്കെ സെയിം ആൾക്കാർ. മൈക്കിൾ കൊൾറോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു, ആൽബി അപ്സരയ്ക്ക് സപ്പോർട്ട് കിട്ടാനുള്ള കാരണം അപ്സരയ്ക്ക് സപ്പോർട്ട് കിട്ടാനുള്ള കാരണം ആൽബി പണ്ട് ഏഷ്യാനെറ്റിലായിരുന്നു. അപ്പം ഇതിൻ്റെ ക്രൂ മൊത്തം ആൽബിക്ക് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് തിരിച്ചിട്ടു, ഹേയ് പോസ്റ്റ്മാൻ, എനിക്ക് ഏഷ്യാനെറ്റായിട്ട് യാതൊരു ബന്ധവുമില്ല. ഏഷ്യാനെറ്റ് ഒരാളായിട്ട് നമുക്കിപ്പോൾ വലിയ പരിചയങ്ങളൊന്നുമില്ല. കണ്ടാൽ അറിയുന്ന ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്, അത് വേറെ കാര്യം. നമുക്ക് ബന്ധമൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ 12 വർഷമായി കൈരളി ചാനലിലെ പ്രോഗ്രാം പ്രൊഡ്യൂസറായിരുന്നു. 12 വർഷമായിട്ട് ഞാൻ കൈരളി ചാനലിലാണ് ആയിരുന്നു എന്നാണ് കമൻറ്റ്. ഇതിൻ്റെ താഴെ ഇവൻ വന്നു ഭയങ്കര തെറി വിളിച്ച്. ഇവനും ഈ പറഞ്ഞ പോലെ മംഗലശ്ശേരി നീലകണ്ഠൻ, ദശമൂലം ദാമു, പൊടിയൻ രാവണൻ എന്നൊക്കെ പറഞ്ഞ കുറേ കമൻ്റ് ആൾക്കാർ വന്ന് വിളിച്ച്. ഞാൻ ഇവരോട് തിരിച്ചു പറഞ്ഞൊരു കാര്യം, സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ പറയുന്ന അപ്സരയുടെ ഹസ്ബൻഡ് എല്ലാവരും തെറി വിളിച്ചിടക്കുന്നു. തെറി എന്ന് പറയുന്നൊരു വാക്ക് ഞാൻ ഒരു സോഷ്യൽ മീഡിയ പേജിലും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് എൻ്റെ തല വെട്ടി ഇവിടെ കഴുത്തിൻ്റെ മുകളിൽ തല വെട്ടി അവിടെ വെച്ച് കൊടുക്കാം. അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് അത്യാവശ്യം ബോധമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു, നിനക്ക് അത്യാവശ്യം ധൈര്യം ഉണ്ടെങ്കിൽ സ്വന്തം മുഖം വെച്ചൊരു ഫോട്ടോ എടുക്കും. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയൊക്കെ ഫോട്ടോ ആണ് അവരിട്ടേക്കണത്.
അപ്പം ഞാൻ പറഞ്ഞു ക്രിസ്ത്യാനോ റൊണാൾഡോ എന്തായാലും വന്നിട്ട് എൻ്റെ ഭാര്യനെ തെറി വിളിക്കില്ല എന്ന് എനിക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു നിനക്ക് അത്ര ധൈര്യമാണ്, നീ സ്വന്തം ഫോട്ടോ വെച്ചിട്ട് പ്രൊഫൈൽ തുറന്നു വെച്ചിട്ട് ഒരു ഫോട്ടോ ഇട്, പിന്നെ അപ്പോഴും തെറി വിളിച്ചു തന്നെ. ആ തെറികൾ ഇവിടെ പരസ്യമായിട്ട് പറയാൻ പറ്റാത്ത വാക്കുകളാണ്. ഞാൻ പറഞ്ഞു അത്ര. അപ്പം ഞാൻ പിന്നെ അടുത്ത് പറഞ്ഞു വീട്ടിൽ ചിലപ്പോൾ നിന്റെ അച്ഛൻ നിന്റെ അമ്മയുടെ അടുത്ത് പറയുന്ന വാക്കുകളായിരിക്കും ഇത്, അത് എൻ്റെ പേജിന് താഴെ വന്ന് പറയരുത് എന്ന് പറഞ്ഞു. അതിന് തെറിയായിട്ട് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഞാൻ വീണ്ടും പറയാണ്, ഫേക്ക് ഐ ഡിയിൽ നിന്ന് വന്ന് എന്നെ തെറി വിളിച്ചാൽ ഞാൻ ക്ഷമിക്കും, പക്ഷെ എൻ്റെ ഭാര്യനെ എൻ്റെ അമ്മേനെയും തെറി വിളിച്ചാൽ ചിലപ്പോൾ തിരിച്ച് അതായത് അർഹിക്കുന്ന മറുപടി അർഹിക്കുന്ന ആൾക്കാരെ കൊടുക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ തെറ്റൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ സീസണിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായ ഒരു അറ്റാക്ക് നടക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. PR ടീം തന്നെയാണ് ഇവിടെ വോട്ട് ആർക്ക് കിട്ടണം കിട്ടണ്ട എന്നൊക്കെ വിചാരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ചോദിച്ച ചോദ്യം ഭയങ്കര ഇതാണ്.